വ്യവസായ മേഖലയിലെ സംരംഭങ്ങൾക്ക് വലിയ ഇളവുകൾ വരുത്താൻ ആലോചനയുമായി സർക്കാർ. സംരംഭങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വേണ്ട, പകരം രജിസ്ട്രേഷൻ മാത്രം മതിയാകും. കാറ്റഗറി 1 വരുന്ന സംരംഭങ്ങൾക്കാണ് ഇളവുകൾ നൽകാനുള്ള ആലോചന. നടക്കാനിരിക്കുന്ന നിക്ഷേപക സംഗമത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു തീരുമാനം. ഇലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല കാറ്റഗറി 1 എന്ന് തനിക്ക് അറിയില്ല എന്നും മന്ത്രി പറഞ്ഞു. ഫാക്ടറികൾ പോലുള്ള സംരംഭങ്ങളെ കാറ്റഗറി 1 വിഭാഗമായും വാണിജ്യ വ്യാപാര സേവന സംരംഭങ്ങളെ കാറ്റഗറി 2 വിഭാഗമായിട്ടും തരംതിരിക്കും. വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്താൻ. രജിസ്ട്രേഷൻ ഫീസൊക്കെ ഉണ്ടാവും. പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനത്തിൽ നഷ്ടമുണ്ടാവില്ല. ലൈസൻസിന് പകരം രജിസ്ട്രേഷൻ മതി എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ കാണും, പക്ഷേ ഈ ലൈസൻസിൻ്റെ പേരിൽ തടസ്സം നേരിടുന്ന സ്ഥിതി ഒഴിവാക്കാൻ. അതെ, അത്ര കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. കറക്റ്റ്. കാറ്റഗറി 1 വ്യവസായ മേഖലയിലല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. പക്ഷേ ഒരനുമതിയും പഞ്ചായത്തുകൾ നിഷേധിക്കാൻ പാടില്ല. നിബന്ധനകൾ ആവശ്യമാണെങ്കിൽ നിബന്ധന നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകാം. അതാണ്. സംരംഭത്തിന് ഒരിക്കൽ വാങ്ങിയ അനുമതി സംരംഭകൻ മാറുമ്പോൾ സംരംഭകത്വത്തിൽ മാറ്റമില്ലെങ്കിൽ ആ അനുമതി കൈമാറാം. അതായത് ഒരു സംരംഭത്തിന് അനുമതി വാങ്ങി, ആള് മാറുന്നു, സംരംഭം മാറുന്നില്ല, അതേ സംരംഭം തന്നെയാണ് എങ്കിൽ അനുമതി കൈമാറ്റം, ട്രാൻസ്ഫർ. സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ട്രാക്കായി ലൈസൻസ് റിന്യൂവൽ സാധ്യമാക്കും. നിലവിലുള്ളൊരു ലൈസൻസ് അന്ന് തന്നെ പുതുക്കാൻ കഴിയുന്ന തരത്തിൽ മാറ്റം വരുത്തും. ലൈസൻസ് അനുമതി അപേക്ഷകളിൽ യഥാസമയം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് സംവിധാനം പ്രായോഗികമായും സൗകര്യപ്രദമായും ഏർപ്പെടുത്തും. സ്ഥാപനങ്ങൾക്കെതിരെ വരുന്ന പരാതികളിൽ ബന്ധപ്പെട്ട വിദഗ്ധ സ്ഥാപനങ്ങളുടെ ഉപദേശം തേടി സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കാനുള്ള സംവിധാനമൊരുക്കും. അത് പരാതിയുടെ പേരിൽ സംരംഭങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന സ്ഥിതി അനുവദിക്കാനാവില്ല. അപ്പോൾ പരാതി ബന്ധപ്പെട്ട വിദഗ്ധ സ്ഥാപനങ്ങളുടെ ഉപദേശത്തോടു കൂടി സമയബന്ധിതമായിട്ട് തീർപ്പുണ്ടാക്കും എന്ന് ഉറപ്പുവരുത്തും. അല്ലല്ല, അങ്ങനെ അതിലേക്ക് അതിനെ കൊണ്ടുപോണ്ട. ഓരോ കാറ്റഗറി നോക്കൂ, കാറ്റഗറി വ്യവസായം 1, കാറ്റഗറി 2 എന്നൊക്കെ വിഭജിച്ചിട്ടുണ്ട്. പൊതുവിൽ സംരംഭങ്ങളോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. അത് വേറെ എടുക്കാം. അതിന് ഇപ്പോൾ അനുമതി, പ്രാരംഭ അനുമതി സർക്കാർ കൊടുത്തു കഴിഞ്ഞല്ലോ. അത് എനിക്ക് നോക്കണം, നോക്കിയിട്ട് പറയാൻ പറ്റും.